വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. സാബു, ഞാൻ രാവിലെ പല പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുക്കുന്നില്ലായിരുന്നു. രാവിലെ ഞാനൊരു മീറ്റിംഗിലായിരുന്നു, അപ്പൊ സൈലന്റ് ആക്കിയത് മാറ്റാൻ മറന്നുപോയി. അല്ല, എന്റെ കാര്യം എന്തായി? എന്റെ ഉലഹനാനെ, നിങ്ങളിങ്ങനെ ധൃതി പിടിക്കല്ലേ, എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുള്ളതാണ്. ഇതിനിടയിലാണ് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ഞാൻ ഈ കാര്യം ഏറ്റെടുത്തത്. നിങ്ങൾ എനിക്ക് ഇത്തിരി സാവകാശം താ, എല്ലാം ഞാൻ ശരിയാക്കി തരാം. എന്നാലും സാബു, എന്റെ ഭാര്യയും മക്കളും തനിച്ചവിടെ ഇറ്റലിയില്ല. അവരവിടെ എങ്ങനെ മുന്നോട്ട് പോകുന്നു ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കൊറോണ ആയിട്ട് ഗൾഫിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ റിസ്ക് എടുത്ത് ഈ സമയത്താണ് നിങ്ങളെ ഇറ്റലിക്ക് വിടാൻ പോണത്. സാബു, എനിക്ക് എത്രയും പെട്ടെന്ന് ഇറ്റലിയിലേക്ക് പോണം. അവരടുത്തേക്ക് എനിക്ക് പോണം. രാത്രി ഒരുമിച്ചാ ഞങ്ങൾ അത്താഴം കഴിച്ചിരുന്നേ. ആഹാ, അപ്പൊ രാത്രി ഒന്നിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടാണ് അങ്ങോട്ട് പോണത് ഇറ്റലിക്ക്? അതല്ല സാബു, പിന്നെ ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടില്ല എന്ന് പറയായിരുന്നു. ഓ എന്റെ പൊന്നു ലഹനാനെ, ഈ സമയത്ത് അങ്ങോട്ട് പോകുന്നതിനെ കുറച്ച് പേപ്പർ വർക്കുകൾ ശരിയാകാനുണ്ട്, മനസ്സിലായ? അതൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞാ ഉലഹനാന് ഉടനെ തന്നെ പോകാം ഇറ്റലിക്ക്. എന്ത്? അതുവരെ ഉലഹനാൻ അത്താഴം കഴിക്കുമ്പോ വീഡിയോ കോൾ ചെയ്യ്. വീഡിയോ കോൾ? ആർക്ക്? ഓ, ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരണു. ഉലഹനാൻ വാട്സപ്പ് ഉണ്ടോ? ഉണ്ട്. എന്നാലേ ഇന്ന് അത്താഴം കഴിക്കുമ്പോ ഭാര്യയും മക്കളെയും വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യും. എന്നിട്ട് പരസ്പരം കണ്ടുകൊണ്ടിരുന്ന് അത്താഴം കഴിക്കും. എന്ത്? അതൊക്കെ എനിക്കറിയാം. ആഹാ, എന്നാ പിന്നെ അതങ്ങ് ചെയ്താ പോരെ. ഇവിടെ വീഡിയോ കോൾ ചെയ്ത് താലി കെട്ടി കല്യാണം വരെ നടത്തണം. പിന്നെയാണ് ഇത് വെറുതെ ധൃതി പിടിച്ച് ഇറ്റലിക്ക് പോണോ? അപ്പൊ ഇറ്റലിക്ക് പോകുന്ന കാര്യം? സാബു, ഞാൻ 25,000 രൂപ അഡ്വാൻസ് തന്നാണ്. ഈ സാബു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ല, അത് വാക്കാ. നിങ്ങൾ തന്ന 25,000 രൂപ ഉണ്ടല്ലേ, വെറും ടോക്കണാണ്. സാധാരണ ഫ്ലൈറ്റിൽ പോണ ചാർജിന് ഈ സമയത്ത് കൊറോണ ടൈമിന് പോകാൻ പറ്റുമോ? അതെനിക്കറിയാം. എന്തറിയാന്ന്? ഉലഹനാനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഈ ബ്ലാക്കിലുള്ള ഫ്ലൈറ്റ് കയറ്റി വിടുന്നത്. അവരുടെ അധരങ്ങളിൽ സത്യമില്ല, അവരുടെ ഹൃദയം നാശകൂപമാണ്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്, അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു. സങ്കീർത്തനങ്ങൾ 5-ാം അധ്യായം 9-ാം വാക്യം. ബ്ലാക്കിൽ കേട്ടിടുന്നു. സാധാരണ അങ്ങനെ പഴം കഴിക്കണമാരെ ഫ്ലൈറ്റിൽ കയറി പോകാൻ പറ്റുമോ? ഇത് വിദേശത്തേക്ക് ചരക്ക് കയറ്റി പോകുന്ന കപ്പലാണ്. കപ്പലോ? കപ്പല്, ഷിപ്പ് അല്ല, ഫ്ലൈറ്റ്. കണ്ടെയ്നർ ചരക്കുമായിട്ട് വിദേശത്തേക്ക് പോകുന്ന ഫ്ലൈറ്റിലാണ് ഞാൻ നിങ്ങളെ കയറ്റി വിടുന്നത്. അതും കൂടുതൽ കാശ് കൊടുത്തു. ഫ്ലൈറ്റ് മാനേജറെ കയ്യിലെടുത്തിട്ടാണ് ഞാൻ ഈ കാര്യം നടത്തിയത്. ഫ്ലൈറ്റ് മാനേജറോ? അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഫ്ലൈറ്റിലുണ്ടോ? നിങ്ങൾ കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടോ? അതില്ല. അപ്പൊ ആ ഫ്ലൈറ്റിൽ അങ്ങനെ ഒരു മാനേജർ ഉണ്ട്. പേപ്പർ വർക്കൊക്കെ കഴിയുമ്പോ ഞാൻ വിളിക്കാം. പണം റെഡിയാക്കി വെച്ചോ. എനിക്കല്പം ധൃതിയുണ്ട്. ഓ, ഇതാരാണോ? ഹലോ, വണ്ടിയുടെ ലോണാ? ഇത് വിചാരിച്ചാലും വ്യാപകമെന്ന് എനിക്ക് തോന്നണം. അല്ലട, പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ മാനുവല് തോമസേന്റെ വീട്ടിലെ തടിയല്ലേ ടെമ്പോയിൽ കയറ്റി കൊണ്ടുപോയത്? അതെ. അങ്ങനെ കൊണ്ടുപോയ വണ്ടി ആക്സിഡന്റ് ആയി മാനുവലേട്ടന് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ ഒരു പരിധി വരെ മാനുവലേട്ടനെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം ഈ തോമസേട്ടനല്ലേ? ബെസ്റ്റ്. എന്റെ സേവനം നീ എന്ത് വർത്താനോണീ പറയണം? തോമസേട്ടനെ എവിടെ നിന്നെടുത്ത് സഹായിക്കാനാണ്? ഏറ്റവും വലിയ ഭാഗ്യം ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന തോമസേട്ടനെ ഒന്നും പറ്റിയില്ലെന്നുള്ളതാണ്. പുള്ളിക്കാരനും കൂടി എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലേ. ആ പൗരസമിതി പ്രസിഡന്റ് സാബുവിന്റെ നേതൃത്വത്തില് പണപ്പിരിവ് തുടങ്ങിയിട്ടുണ്ടല്ലോ. അല്ല, ഞാനന്ന് 200 കൊടുത്തു, നീ കണ്ടല്ലോ. അതിപ്പോ ഞാനും കൊടുത്തിട്ടുണ്ടല്ലോ 150. ആഹാ, അത് നന്നായി. പിന്നെ അതിനു മുമ്പുള്ള ഭൂരിഭാഗം ചെലവും തോമസേട്ടൻ തന്നെയാണ് ചെയ്തതെന്ന് പറയണായിട്ട്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അപകടം വരാൻ തോമസേട്ടൻ എന്ത് തെറ്റിയത്? അയാളുടെ കുറ്റം വല്ലോണ. എന്നിട്ടും പുള്ളി ചെയ്തേ അത് പുള്ളിയുടെ മര്യാദ, മനുഷ്യത്വം. പിന്നെ
ഈ തൊമ്മിക്കുഞ്ഞും പാർട്ടിയും പിരിക്കണ കാശ് കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നു. അല്ലടാ, നീ എന്താ അങ്ങനെ പറഞ്ഞേ? അല്ലാതെ പിന്നെ ഇതൊക്കെ കൃത്യമായിട്ട് ആ മാനുവലിന്റെ അടുത്ത് എത്തുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്? ഞാനന്ന് പറഞ്ഞില്ലേ, ചക്കര കൊടുത്ത് കൈയിട്ടാ ഈ സാബു അല്ല ആരായാലും ഒന്ന് നക്കും. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഏയ്, നീ വെറുതെ ഓരോന്ന് പറയില്ലേ. വെറുതെ? എടാ, നീ കൊടുത്ത പിരിവിന്റെ റെസീറ്റ് നിനക്ക് കിട്ടി, ഞാൻ കൊടുത്തതിന്റെ നന്നിട്ടില്ല. എന്തിന്? നമ്മളെ നിൽക്കുമ്പോഴല്ലേ ആ ലോറൻസ് ഏട്ടൻ 500 കൊടുത്തത്. ആ റെസീറ്റ് കൊടുത്തിട്ടുണ്ടാവും നിനക്ക് തോന്നണ്ട. പിന്നെ ഇതിന്റെയൊക്കെ പുറകെ നടക്കുമ്പോ ഇതുപോലുള്ള ചില്ലറ എന്തെങ്കിലും ഗുണങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ ചിന്തിക്ക്, അതാണ് അതിന്റെ ശരി. അല്ല, നീ ഇപ്പൊ ലോറൻസേന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. എന്ത്? അങ്ങേര് നല്ല മനസ്സിന് ഉടമയുള്ള ഒരാളാണ് കേട്ടോ. പിന്നല്ലാതെ, വിഷം മറ്റേയാളാണ് ചേട്ടൻ ലാസർ. എന്തൊരു അഹങ്കാരം വരുന്നു. എല്ലാത്തിനും 2 കൈ നിറച്ച് കിട്ടിയില്ലേ? അതല്ലെങ്കിൽ അങ്ങനെ വരൂ. ഈ അഹങ്കാരവും പൊങ്ങച്ചം കാണിക്കുന്നവർക്ക് വയറ് നിറച്ച് കിട്ടും. ബൈബിളിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? മറ്റുള്ളവരെ വിധിക്കാൻ നമ്മൾ ആളല്ല. അല്ല, അതിനുള്ള യോഗ്യത നമുക്കുണ്ടോന്ന് നീയും ഞാനും നമ്മൾ ഓരോരുത്തരും ഒന്ന് സ്വയം വിലയിരുത്തുന്നത് നല്ലതാണെന്നല്ലേ ഉദ്ദേശിച്ചത്? അതതെ. എന്നാലും ഇങ്ങനെയുള്ളത് ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാ പറയാതിരിക്കണത്? ശരിക്കും സാബുവിനെ ഞാൻ കുറ്റം പറഞ്ഞ ഇത്തിരി കൂടിപ്പോയല്ലേ? ഏയ്, ഞാനത് വെറുതെ പറഞ്ഞെന്നുള്ളൂ. നീ അത് സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. അല്ലടാ, നീ പറഞ്ഞതിലും കാര്യമുണ്ട്. കുറച്ച് നാളായിട്ട് എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കുഴപ്പമാണിത്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പെരുപ്പിച്ച് പറയാൻ എനിക്ക് ഭയങ്കര ഉത്സാഹവും. നീ എൻ്റെ അടുത്ത കൂട്ടുകാരനായതുകൊണ്ട് അത് തുറന്നു പറഞ്ഞു. ഇനി ഞാൻ ശ്രദ്ധിക്കാടാ. ഇനി നമ്മൾ തമ്മിൽ എന്ത് പറഞ്ഞാലും പരമാവധി ഞാൻ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറയണ പരിപാടി ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇനി അഥവാ ഓവർഫ്ലോ ആയി ചാടി പുറത്തു വന്നാൽ നീ എന്നെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. എടാ, ഞാൻ പറഞ്ഞത് നിനക്ക് വിഷമായി പോയോ? വിഷമോ? എൻ്റെ അടുത്ത കൂട്ടുകാരനായ നീ എനിക്ക് നല്ലൊരു കാര്യം പറഞ്ഞു തന്നപ്പോൾ വിഷമിക്കുകയാണ്. അത് തിരുത്തേല്ലടാ വേണ്ടത്. നിന്റെ ഒരു കാര്യം. നീ വന്നേ. സഹോദരരെ, നിങ്ങൾ നന്മയാൽ പൂരിതരും എല്ലാ അറിവും തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരുമാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. റോമ 15-ാം അധ്യായം 14-ാം വാക്യം. അത് തന്നെ. ദൈവം സഹായിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല ജോസഫ്. മക്കളൊക്കെ സുഖമായിരിക്കുന്നു. ഞാനും മരുമോനും എൻ്റെ അനിയനും കൂടി ബാങ്ക് മാനേജരെ പോയി കണ്ടായിരുന്നു. നല്ലൊരു മനുഷ്യൻ. ഈ അനുജന്റെ മരുമകന്റെ അടുത്ത കൂട്ടുകാരനാ. അതെ അതെ. വേറെ കുഴപ്പമൊന്നുമില്ല. ശരിയെന്നാ. ഓക്കെ. ഇതാരാ ഉലകന്നാനോ? എന്റെ ഭാര്യ മക്കളൊക്കെ സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നേട്ടാ. അല്ല, അവരിങ്ങോട്ട് വരുന്നില്ലേ? അവരിങ്ങോട്ട് വന്നു. അതെയോ? എന്തൊട്ട് തേങ്ങ ഉണ്ടാക്കാനെന്ന് എനിക്കറിയില്ല. അതാ ഞാൻ അങ്ങോട്ട് പോവാൻ നോക്കിയേ. പിന്നെ അവരെ ഇങ്ങോട്ട് വരുത്തി. അല്ല, ഫ്ലൈറ്റ് ഒക്കെ പോകുന്നുണ്ടല്ലോ. പിന്നെന്താ നിനക്ക് പോകാൻ പറ്റാത്തത്? ഫ്ലൈറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ എന്തൊട്ടും വാങ്ങിയെന്നറിയില്ല. എന്റെ പോക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. അല്ല, മക്കളുടെ അസുഖമൊക്കെ മാറി ഉഷാറായില്ലേ? ഞാനിപ്പോ ഫോണിൽ ആ ജോസഫിനെ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. ദൈവം സഹായിച്ചു, ഒരു കുഴപ്പമുണ്ടായില്ല. അല്ല, ചേട്ടനോട് പോവാ? ഞാൻ ആ സാബുവിനെ തിരക്കി ഇറങ്ങിയതാ. ആ പൗരസമിതി സാബു ആണോ? അതെ. കണ്ടായിരുന്നോ? കണ്ട കൊല്ലി ഞാൻ. എന്റെ ഇറ്റലിക്ക് പോക്ക് കൊളാവാൻ കാരണം അവനെ ഒറ്റൊരുത്തനാ. അവൻ നിന്നെയും പറ്റിച്ചോന്നല്ലേ? പറ്റിച്ചു. നല്ല ഒന്നാം തരം ബേഷായിട്ട് പറ്റിച്ചു. അല്ല, എത്ര രൂപ വാങ്ങിച്ചു? ഉരുളൻകിഴങ്ങ് 25,000 രൂപ. ഒരു മാസത്തോളായി അവന്റെ പുറകെ നടക്കുന്നു. ഇപ്പൊ എന്നെ കണ്ടാലേ മുങ്ങുവാ. അല്ല, ചേട്ടനെന്തിനിപ്പോ അവനെ കാണുന്നത്? അവനായിട്ട് എന്താ ഇടപാട്? അതെ, അവൻ എന്നെ ഇതുപോലെ പറ്റിച്ചു. ചേട്ടനിത് എവിടെ പോവാനാ? എനിക്കങ്ങ് പോകാനല്ല. പിന്നെ എന്റെ മക്കള് ഗൾഫിലായിരുന്ന സമയത്തെ അവരിങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇവൻ ഇടപെട്ടുന്ന്. അവനെ കൊണ്ട് ഒന്നും നടക്കില്ല. വെറുതെ ആളെ പറഞ്ഞ് പറ്റിക്കാനല്ലാതെ അവനെ കൊണ്ടൊരു കിഴങ്ങ് നടക്കില്ല.
വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിൻ്റെ മാറ്റ് ചൂളയിലൂടെയും എന്ന പോലെ മനുഷ്യൻ്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 21-ാം വാക്യം. അല്ലട ഉലകന്നാനെ, എന്റെ കാര്യം വിട്. നീ തൃശ്ശൂരും ആലപ്പുഴയൊക്കെ പോയി വന്ന മാതിരി നാഴേക്ക് 40 വട്ടം ഇറ്റലിയിൽ പോയി വരുന്ന നീ എങ്ങനെ അവന്റെ കെണിയിൽ പെട്ടു? എന്തുട്ട് സവാളയെന്ന് എനിക്കറിയില്ല. പെട്ടു എന്ന് പറഞ്ഞാ മതിയല്ലോ. ഞാനിപ്പോ എന്റെ അനിയൻ ലോറൻസിനെയും കൂട്ടി അവന്റെ വീട് വരെ പോയാലോന്ന് കരുതി ഇറങ്ങിയതാ. നീ വരുന്നുണ്ടോ? മത്തങ്ങ വരണുണ്ടെന്നോ? ഞാൻ വരാൻ ചേട്ടാ. അല്ല, നിനക്ക് ഇറ്റലിയില് ഈ പച്ചക്കറിയുടെ ബിസിനസ് ഉണ്ടായിരുന്നു അല്ലേ? അല്ല, ചേട്ടൻ എങ്ങനെ അറിഞ്ഞു? ഞാൻ ഊഹിച്ചു. എന്നാ വാ. എത്ര ചേട്ടാ? ഇവിടെ അനിയന്റെ വീട്ടിലായിരുന്നു മക്കള് രണ്ടുപേരും ക്വാറന്റൈൻ താമസിച്ചിരുന്നത്. ആ, അത് ഞാൻ അറിഞ്ഞായിരുന്നു. ആ ജെസിയെ, അങ്ങോട്ടേക്ക് വരാൻ ചേട്ടനോട് റെഡി ആയിക്കൊണ്ടിരിക്കായിരുന്നു. അപ്പോഴേക്കും ചേട്ടൻ ഇങ്ങ് വന്നോ? അത് സാരമില്ല. എന്നിട്ട് അവനെന്ത്? ചേട്ടനകത്തുണ്ട്. ആ വയട്ടാ, അകത്തേക്ക് ഇരിക്കാം. അവനിങ്ങോട്ട് വന്നെങ്കിൽ ഞങ്ങൾക്ക് അവൻ പോവായിരുന്നു. ആ ഇത് ഉലകന്ന. ആ എനിക്കറിയാം. ഇറ്റലിയില് ആ അത് തന്നെ. ഭാര്യ മക്കളൊക്കെ വന്നോ? ഉവ്വ്, അവര് കഴിഞ്ഞ ദിവസം വന്നു. ആ ഇവൻ അങ്ങോട്ട് പോവായിരുന്നു. ആ. അപ്പോഴേക്കും അവരിങ്ങോട്ട് വന്നു. അല്ലാടോ ഉലകന്നാനെ. അതെ അതെ. ആ ലോറൻസ് ചേട്ടാ. ചേട്ടന്റെ കൂടെ ഉലഹന്നാനുണ്ടല്ലോ. ഇയാളെ വഴി നീട്ടിയതാ. വാ അകത്തേക്ക് വാ, ഒരേ ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയ. പിന്നെ ലാസറേട്ടന സാബുവിന്റെ കാര്യം പറഞ്ഞപ്പോ വേറെ ഒന്നും നോക്കിയില്ല, ഇങ്ങ് പോന്നു. എടാ, ഇവന്റെ കയ്യിൽ നിന്നും ആ സാബു കാശ് വാങ്ങിച്ചോന്ന്. ഭാര്യ മക്കളെ ഇറ്റലിന്ന് വരുത്താനേ. ആ അത് ഞാനും കേട്ടിരുന്നു. ആ നീ നോക്കിയിരിക്കാതെ ചായ ആ എടുക്ക. ശരി. വാ നിങ്ങൾ അകത്തേക്ക് വന്നേ. അതൊന്നും വേണ്ട. അവൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങണതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് ചെല്ലാന്നേ. ആ എങ്കിൽ പിന്നെ ജെസ്സി ഞങ്ങൾ അങ്ങോട്ട് ആ ചെല്ലാം. ശരി ചേട്ടാ. വാടാ. ആ ജെസി, ആ ദിവാകർ അന്വേഷിച്ചു വരാണെങ്കിലേ ഞാൻ വൈകിട്ട് വീട്ടിൽ ചെന്ന് കണ്ടോളാന്ന് പറഞ്ഞു. ആ ശരി ശരി. അല്ല, അപ്പൊ നമ്മളെന്താ പ്ലാൻ? നേരെ അവന്റെ വീട്ടിലേക്ക് ചെല്ലല്ലേ? അതെ, എന്താ? അല്ല, അതിനു മുമ്പ് ആള് വീട്ടിലുണ്ടോന്നൊന്ന് വിളിച്ചു ചോദിക്കായിരുന്നു. അത് വേണ്ട. അങ്ങനെ വിളിച്ചാ അവനെന്തെങ്കിലും സംശയം തോന്നിയാലേ അവൻ മുങ്ങിക്കളയും. പിന്നെ പൊങ്ങാനേ കുറെ പണിപ്പെടേണ്ടി വരും. അത് ശരിയാ. നേരെ ചെന്ന് 2 അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ കാശ് പെട്ടെന്ന് തന്നെ കിട്ടും. അതൊരു പരിഹാര മാർഗമല്ല. അതിന് നയത്തില് കുറേശ്ശെ മേടിച്ചെടുക്കാം. അതാ ഈ കാര്യത്തിൽ നടക്കുള്ളൂ. അതെ, അത് മതി. അതാ നല്ലത്. നിങ്ങൾ എന്ത് പറയുന്നു അതുപോലെ നമുക്ക് ചെയ്യാം. ശരിയാണ്. ഞാൻ അത് ആ, അതെ അതെ. അല്ല, ഇതെങ്കടാടാ നീ യുദ്ധത്തിന് പോണ ഒരു പാഞ്ഞു കുത്തി പോണേ? യുദ്ധത്തിന് പോണ മാതിരിയല്ല, യുദ്ധത്തിന് തന്നെ പോണേ. അവനെ ഇന്ന് ഞാൻ തല്ലി തവിടുപടിയാക്കും. ആരെ? എന്താ എന്താ കാര്യം? അവനില്ലേ ആ പൗരസമിതി പ്രസിഡന്റ് സാബു, അവൻ എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് റേഷൻ കാർഡ് ശരിയാക്കി തരാന്ന് പറഞ്ഞേ 2000 രൂപ അവൻ പറ്റിച്ച. അല്ല, അത് ഇതുവരെ കിട്ടിയില്ലേ? ഇല്ലെന്ന്. അല്ല, അതിനിപ്പോ നീ എന്ത് ചെയ്യാനാ പോണേ? പിടിച്ചു നിർത്തി കുത്തിന് പിടിച്ച് എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് ഞാൻ മേടിച്ചിരിക്കും. പിപ്പിച്ച, നിന്റെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ കേട്ട പാതി കേൾക്കാത്ത പാതി പടപ്പുറപ്പാടായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് അതേ തുടർന്നുണ്ടാവുന്ന ഭവിഷ്യത്തുകളും ഒന്ന് ആലോചിക്കുന്നതല്ല. എന്ത് ഭവിഷ്യത്താണെന്ന്? കാശ് പോയിരിക്കുന്നത് എന്റെ അമ്മയുടെ കയ്യിൽ നിന്നാ. അതെ, അത് വാങ്ങിച്ചെടുക്കാനും എനിക്കറിയാം. തല്ലി പദം വരുത്തവനെ ഞാൻ. അത് നീ പറയലേ പിപ്പിച്ച. എന്താ പറഞ്ഞാല്? എന്ത് കാര്യത്തിനും പരിഹാരം ഉണ്ടാക്കാൻ പലതരം വഴികളുണ്ടല്ലോ. വഴിയോ? എന്ത് വഴി? അത് അക്രമത്തിന്റെ വഴിയല്ല, അനുരഞ്ജനത്തിന്റെ വഴിയാണ്. അതായത് സമാധാനത്തിൽ കാശ് വാങ്ങിച്ചെടുക്കുന്നതല്ലേ നല്ലത്. അത് നല്ലതല്ലെന്ന് തന്നെ എന്റെ മനസ്സിലും. കാരണം അവൻ അത്രയ്ക്ക് എന്റെ അമ്മയെ ബുദ്ധിമുട്ടിച്ചുണ്ട്. നിങ്ങൾക്കറിയോ? വീട്ടിലെ ഞാൻ അവനെ. നിങ്ങളൊന്ന് മാറിയ. എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവനോട് പ്രവർത്തിക്കും. അവൻ ചെയ്തതിന് ഞാൻ പകരം ചെയ്യും എന്ന് നീ പറയരുത്. സുഭാഷിതങ്ങൾ 24-ാം അധ്യായം 29-ാം വാക്യം. ശരിയാക്കും. നീ സമാധാനപ്പെട്. ഞാൻ പറയുന്നൊന്ന് കേക്ക് നീ. ഒന്നും പറയണ്ട നിങ്ങള്. എന്തു പറ്റി?
ഇവനാ പൗരസമിതി സാബുവിന്റെ വീട്ടിൽ പോവാ. അവൻ എന്റെ അമ്മേനെ പറ്റിച്ചു. ആ അതെ, അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണത്. ഇവന്റെ അമ്മയുടെ റേഷൻ കാർഡ് ശരിയാക്കി കൊടുക്കാന്നും പറഞ്ഞേ അവൻ 2000 രൂപ വാങ്ങിച്ചെടുത്ത്. ഇപ്പൊ റേഷൻ കാർഡും ഇല്ല, റേഷനും ഇല്ല. അതിനിവൻ അവനെ തല്ലാൻ പോവാ. അതൊരു പരിഹാരമാണ്. അവന്റെ കയ്യിൽ നിന്ന് കൊടുത്ത കാശ് തിരിച്ചു വാങ്ങാനല്ലേ നോക്കേണ്ടത്. അങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് കാശ് മാത്രം വാങ്ങിച്ചെടുത്താ പോരാ, ഇനി മേലിൽ ആരും ഇതുപോലെ അവൻ പറ്റിക്കരുത്. അതെ, അതിനെ പറ്റി എന്തെങ്കിലും ഒരു പണി ചെയ്യണം. അതിന് പറ്റിയൊരു പണിയുണ്ട്. ദേ, നിങ്ങളെല്ലാവരും ഇതേ സ്പിരിറ്റിൽ കൂടെ നിന്നാ മതി. ചേട്ടൻ പറയേ, ഞാൻ നിൽക്കും ചേട്ടന്റെ കൂടെ. ചേട്ടൻ ഐഡിയ പറ. എടാ നീ മാത്രല്ല, ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. വല്ല അടിയോ ഇടിയോ മച്ചാണോ ചേട്ടാ? അല്ല, ഇനിയിപ്പൊ അതാണെങ്കിൽ തന്നെ എന്താ കുഴപ്പം? ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? അല്ല, ആദ്യം എന്താണ് പ്ലാൻ എന്ന് കേക്കട്ടെ, എന്നിട്ട് സമാധാനപരമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം. അതോടെ നന്നാവുമെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അല്ലടാ ലോറൻസ്, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ധൈര്യപൂർവം പ്രവർത്തിക്കുവിൻ. കർത്താവ് നീതിമാന്റെ പക്ഷത്തായിരിക്കും. 2 ദിനവൃത്താന്തം 19-ാം അധ്യായം 11-ാം വാക്യം. ഹലോ, എടാ സാബു, ഇത് ഞാനാ ബെന്നി. ആ ബെന്നി, എന്താടാ? നിന്നൊന്ന് അത്യാവശ്യമായിട്ട് കാണണമല്ല. എന്താടാ കാര്യം? വേറൊന്നുമില്ല, പിന്നെ ആ പീലിപ്പോ സാറിന്റെ പുതിയ വീടിന്റെ പണി നടക്കണേണല്ലോ. അതെ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴേ കുറച്ച് ഗ്രാനൈറ്റ് വേണമായിരുന്നേ. ഓ, അത് ശരിയാക്കാം നമുക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നേരിട്ട് പറയാം. ഇല്ലടാ വേണ്ട, പറഞ്ഞോടാ, ഗ്രാനൈറ്റിന്റെ കാര്യമല്ലേ അത്. ഹലോ, നീ നേരിട്ട് വാ, എന്നിട്ട് സംസാരിക്കാം. എടാ പറഞ്ഞോ, നീ എന്താ വേണ്ടത്? നമുക്ക് സംഘടിപ്പിക്കടാ അത്. അല്ല, അത് ഈ ബെന്നി, നീ ഇപ്പൊ എവിടെയുണ്ട്? എനിക്കെന്തെങ്കിലും ഗുണമുണ്ടാവും? ഗുണം ഉണ്ടാവുമെന്നാ? ഗുണം മാത്രമല്ലേ ഉള്ളു. നീ പറഞ്ഞോ, നമുക്ക് പറ്റിയ പാർട്ടി ഉണ്ടറാ. ഇവിടെയെങ്ങും അല്ല, ബാംഗ്ലൂർ ജിഗ്നിയില്. ഏത് ടൈപ്പ് ഗ്രാനൈറ്റ് വേണം ആ ടൈപ്പ് ഗ്രാനൈറ്റ് നമുക്ക് എത്തിച്ചു കൊടുക്കണേ. പക്ഷേ കുറച്ച് രൂപ അഡ്വാൻസ് കൊടുക്കണം, എന്നാലേ നമുക്ക് കാര്യങ്ങൾ സ്പീഡാക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ അടിപൊളി ഗ്രാനൈറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പീലിപ്പോസ് എന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയാലെന്താ? അല്ല, എല്ലാവരും ഉണ്ടല്ല, എന്താ വിശേഷിച്ച്? ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ഗ്രാനൈറ്റ് വേണം. എന്താ ഉണ്ടാവോ? ഗ്രാനൈറ്റ് എന്താ, അത് വേണോ? വേണ്ട ഏട്ടാ. എങ്കിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയും, അത് നീ അനുസരിക്കണം. എന്ത് കാര്യം? ഞങ്ങളിൽ പലരിൽ നിന്നും പല കാര്യങ്ങളും നടത്തി തരാന്ന് പറഞ്ഞേ പല പ്രാവശ്യമായിട്ട് നീയെ കാശ് കുറച്ച് തട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചു തരണം. ഇനി അതല്ല, ഇവരോടൊക്കെ പറഞ്ഞ അടവുകള് ഇനിയും തുടരാനോ ഭാവമെങ്കില് ദേ ഇത് കണ്ടോ? എന്താ ഇത്? നിന്നെ പോലുള്ള സാമൂഹ്യ ദ്രോഹികൾ കാരണം സമൂഹത്തിൽ നല്ല രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്നവർക്ക് പോലും ചീത്തപ്പേരാ. അല്ലെങ്കിൽ വേണ്ട, ഞങ്ങള് തന്നെ വായിക്കാം. സേവിയറെ, നീ വായിക്കടാ. പ്രിയപ്പെട്ട നാട്ടുകാരെ, കൊറോണ വൈറസിനേക്കാളും കൊടിയ വിഷമുള്ള സാബുവിനെ പോലുള്ള പൗരസമിതി പ്രസിഡന്റിനെ നമ്മുടെ നാടിന് വേണോ? നമ്മളിൽ പലരിൽ നിന്നും പല കാര്യങ്ങൾ നടത്തി തരാമെന്ന് തട്ടിപ്പ് വാഗ്ദാനങ്ങൾ നൽകി ചതിച്ചുകൊണ്ടിരിക്കുന്ന കപട പൊതുപ്രവർത്തകനെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുക. ഇത്തരം ചതിയന്മാരെ അകറ്റി നിർത്തുക എന്ന് ആക്ഷൻ കമ്മിറ്റി. അല്ല, ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? നിനക്കെതിരുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിനക്കാവണോ? ഈ നോട്ടീസ് ഞങ്ങൾ ഇറക്കണോ അതോ നീ നന്നാവോ? ഓ, ഈ ഓലപ്പാമ്പ് കാണിച്ച് എന്നെ പേടിപ്പിക്കാണ. ഈ സാബു ഇത് കുറെ കണ്ടതാണ്. എനിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയ ഈ നിൽക്കുന്ന എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. മാനനഷ്ടത്തിന് കേസും കൊടുക്കും. ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ എനിക്ക് അഡ്വാൻസും തരേണ്ടി വരും. അഡ്വാൻസാ? അല്ല, നഷ്ടപരിഹാരം തരേണ്ടി വരും. എന്താ ഇവൻ നന്നാവണ ലക്ഷണമല്ല. എടാ ഉൾഹന്നാനെ,
സ്റ്റോപ്പ്. എന്റെ പൊന്നു ചേട്ടാ, എന്റെ ഒന്നും ചെയ്യരുത്. ഞാൻ വാങ്ങിയ കാശ് കംപ്ലീറ്റ് തിരിച്ചു കൊടുത്തോളാം. ഇന്നു മുതൽ ഞാൻ നന്നായിക്കോളാം ചേട്ടാ. എടാ സാബു ഒന്ന് വന്നേ. ടിറ്റു എടാ എന്താ? നീ പറഞ്ഞ അഡ്വാൻസ് റെഡിയാക്കിയിട്ടുണ്ട്. എന്റെ കാര്യം ഒന്ന് പെട്ടെന്ന് നടത്തി തരണം. അല്ല ടിറ്റു, നീ പറഞ്ഞ കാര്യം ഞാൻ കറക്റ്റ് ആയിട്ട് നടത്തും. അതിന് ഈ അഡ്വാൻസിന്റെ ആവശ്യമില്ല. അത് നീ പോക്കറ്റിൽ തന്നെ വെച്ചു. പിന്നെ നിന്റെ കാര്യം നടന്നു കഴിയുമ്പോ നീ സന്തോഷത്തോടെ എന്തെങ്കിലും തന്നാ അത് ഞാൻ നിറഞ്ഞ മനസ്സോട് സ്വീകരിക്കും. എനിക്കത് മതി. അല്ലാതെ ഈ അഡ്വാൻസ് എനിക്ക് വേണ്ട. നീ ചെല്ലി, നിന്റെ കാര്യം നടന്നിരിക്കും. എന്നാ ശരി, ഓക്കെ. എന്താ ഏട്ടാ പോരെ? അപ്പൊ നീ നന്നാവാൻ തീരുമാനിച്ചോ? പിന്നെ നിങ്ങളെ പോലെയുള്ള നാട്ടുകാരിങ്ങനെയൊക്കെ പറഞ്ഞാ എനിക്ക് നന്നാകാതിരിക്കാൻ പറ്റുമോ? സത്കീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ സത്കീർത്തി ശാശ്വതവും. പ്രഭാഷകൻ 41 അധ്യായം 12-13 വാക്യങ്ങൾ. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. വചനം വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാൻ അറിയൂ വചനം. വചനമറിഞ്ഞാൽ